ഹലോ, കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. പനി പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഗൈസ്. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയാണിത്. അപ്പോഴത്തേനും നമ്മൾ അതുപോലെ തന്നെ രാവിലെ ആയിട്ട് ചോറുണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. മൂത്തയാൾക്ക് ക്ലാസ്സില്ല, അവൾക്ക് എക്സാം ആയതുകൊണ്ട് സ്റ്റഡി ലീവാണ്. ഇളയാൾക്ക് പോകണം. അപ്പം നമ്മൾ വേറെ ആരും ഇല്ലല്ലോ ചെയ്യാൻ, ഞാൻ തന്നെ എണീറ്റ് പിന്നെ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യുവാണ്. അരിയെല്ലാം കഴുകി അടുപ്പയിലിട്ട് കുടിവെള്ളം വെച്ചു. പിന്നെ കറിക്ക് നോക്കിയപ്പോഴത്തേനും ബീട്രൂട്ടാണ് ഇരിക്കുന്നത്. അപ്പം ബീട്രൂട്ട് അരിഞ്ഞ് മെഴുക്ക് പുരട്ടിക്കുള്ളതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും കഞ്ഞി തിളച്ചിട്ടുണ്ട്, അതിറക്കി റൈസ് കുക്കറിൽ വെച്ചു. പിന്നെ നമ്മൾ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അതെല്ലാം വഴറ്റി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ കാപ്പിക്ക് വേണ്ടി ഉണ്ടാക്കിയത് കൊഴുക്കട്ടയായിരുന്നേ, അതും അവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ തലേദിവസം കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, മീൻ കറി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു. മധുരമില്ലാതെയാണ് കുടിക്കുന്നത്, ഷുഗറും അല്പം കൂടുതലാണ്. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, വല്ലാത്തൊരു ക്ഷീണമായിപ്പോയി. കൗണ്ടും കൂടുതലായിപ്പോയി, ഷുഗറും കൂടുതലായിപ്പോയി. എല്ലാം കൊണ്ടും നല്ല സുഖമായതുകൊണ്ട് വീഡിയോ ഒന്നും നമുക്കിടാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇളയ വേണ്ടി അവൾക്ക് പൊതിച്ചോറൊക്കെ കിട്ടി, പൊതിയൊക്കെ കിട്ടി. അവളെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. പിന്നെ നമ്മൾ കാപ്പി കുടിച്ചു. നല്ല പാൽ ചായയും കൊഴുക്കട്ടയുമായിരുന്നു. ഞാൻ കഴിക്കുന്ന കൊഴുക്കട്ടയ്ക്ക് മധുരമൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ വീട്ടിൽ കുറച്ച് അറിയാമല്ലോ, നമ്മൾ പെണ്ണുങ്ങൾ വീട്ടിൽ 2-3 ദിവസം വീട്ടിൽ നിന്ന് മാറുന്ന വീട്ടിലെ അവസ്ഥ അറിയാമല്ലോ. അപ്പടിപ്പൊടിയും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. നമ്മൾ പഴയ ബെഡ്ഷീറ്റെല്ലാം മാറ്റി വീടെല്ലാം ഒന്ന് തൂത്ത് വാരി തുടച്ചു. അപ്പടി പൊടിയായിരുന്നു. കൊച്ചുണ്ടെങ്കിൽ അവളൊന്ന് ഓടിച്ച് തുടച്ചിട്ടിട്ടായിരുന്നു എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ. പുതിയ ബെഡ്ഷീറ്റാണ്, മീഷോയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നേ. അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇടാവേ. അടിപൊളി ബെഡ്ഷീറ്റായിരുന്നു. 250 രൂപയേ ഉള്ളൂ. സൈഡിൽ എലാസ്റ്റിക്കൊക്കെ ഉള്ള നല്ല ബെഡ്ഷീറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ആ പെരയെല്ലാം ഒന്ന് തുടച്ചെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്, എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഇച്ചിരി ചോറുണ്ടായി കാലത്ത് വെച്ചത്തേന് 2 മണിയായി. അതിന് നല്ല മീൻ കറിയും ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും കണ്ണിമാങ്ങ അച്ചാറും കൂട്ടി ചോറൊക്കെ കഴിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.